Hi! Hi! Welcome to Wanderscapes. അപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നമ്മൾ യോർക്കിലെ ചില വിശേഷങ്ങളായിട്ടാണ് വന്നിരുന്നത്. ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നത്, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ഐക്കണും നിങ്ങൾ അമർത്തണം, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇപ്പോൾ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ റെയിൽവേസിൻ്റെ ഒരു പയനിയറാണ്. ഏതാണ്ട് 200 കൊല്ലം മുമ്പ് ഇവിടെ റെയിൽവേസ് തഴച്ച് വളരുകയും ലോകത്തിലെ തന്നെ റെയിൽവേ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിൻ്റെ ചുക്കാൻ പിടിച്ചതും ബ്രിട്ടനാണ്. അപ്പോൾ അത്രയും ഐതിഹാസികമായ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഏടിലേക്കാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. യോർക്ക് റെയിൽവേ മ്യൂസിയം കാണാൻ നമുക്ക് പോവാം. നമ്മളിതാ യോർക്ക് റെയിൽവേ മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. യോർക്ക് റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്താണ്. ഇത് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് എത്താൻ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമായിട്ട് എത്താം. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫ്രീ ആണ്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. ഈ യോർക്ക് റെയിൽവേ മ്യൂസിയം നാഷണൽ സയൻസ് മ്യൂസിയംസിൻ്റെ ഭാഗമാണ്. ഈ മ്യൂസിയം 1975 സ്ഥാപിച്ചത്. പ്രധാനമായിട്ടും 3 ഭാഗമാണുള്ളത്: ഗ്രേറ്റ് ഹാൾ, നോർത്ത് ഷെഡ്, സ്റ്റേഷൻ ഹാൾ. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് ഗ്രേറ്റ് ഹാളാണ്. ഗ്രേറ്റ് ഹാൾ ആക്ച്വലി ഒരു ഗൂഡ്സ് ഷെഡായിരുന്നു പണ്ട്. പിന്നെ 1968 ആയപ്പോഴേക്കും സ്റ്റീം എൻജിനൊക്കെ നിർത്തലാക്കി. ഡീസൽ എൻജിനും ഇലക്ട്രിക്കൽ എൻജിൻസൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ആ സ്റ്റീം എൻജിൻസിനൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിരുന്നു കുറച്ച് കാലം. പിന്നെ മ്യൂസിയം തുടങ്ങിയപ്പോൾ ഈ ഗൂഡ്സ് ഷെഡ് മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗവും ഇപ്പോൾ ഏറ്റവും അധികം ലോക്കോമോട്ടീവ്സും അതേമാതിരി കാരേജസും ഒക്കെ അടങ്ങിയ ഒരു വലിയൊരു എക്സിബിഷൻ ഹാളായിട്ട് ഇത് രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെയാണ് നമ്മൾക്ക് കാണാനുള്ള കാഴ്ചകൾ. ഈ മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ടേൺ ടേബിൾ ഡെമോ. ട്രെയിനിനെ എങ്ങനെയാണ് തിരിക്കുക അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇത്ര ഭാരമുള്ളൊരു എൻജിനും അതിൻ്റെ അതൊക്കെ കൂടി 360 ഡിഗ്രിയിൽ തിരിക്കാൻ പറ്റും. അതിൻ്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഡെമോ ആണ്. അത് അതിൻ്റെ എക്സ്പേർട്സ് ക്ലിയറായിട്ട് വിശദീകരിച്ച് ഓരോ സ്റ്റേജിലും എന്താണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഒരു പോപ്പുലർ ഡെമോ ആണിത്. ആൾക്കാരൊക്കെ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കണു, വീഡിയോ എടുക്കണു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ അധികമൊന്നും കാണാത്തൊരു കാഴ്ചയാണിത്, അല്ലെങ്കിൽ ഒരുപക്ഷെ കണ്ടിട്ട് തന്നെ ഇല്ലാത്ത കാഴ്ചയാണിത്. ഇത് റോക്കറ്റ് എന്ന പേരായ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എൻജിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ്. 1829 ലിവർപൂൾ മാഞ്ചസ്റ്റർ റെയിൽവേ ഒരു കോമ്പറ്റീഷൻ നടത്തി. ഏറ്റവും ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചരക്കോ അല്ലെങ്കിൽ ക്യാരേജസൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എൻജിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഈ റോക്കറ്റാണ് ജയിച്ചത്. അപ്പോൾ ഈ റോക്കറ്റാണ് ആദ്യത്തെ ഇൻ്റർസിറ്റി മെയിൻ റെയിൽവേ ലൈനായിട്ട് മാറിയത്. സ്റ്റീം ലോക്കോമോട്ടീവ്സിൻ്റെ പരിണാമത്തിന് തന്നെ നാന്ദി കുറിച്ച ഒരു സംഭവമായിട്ട് ഈ റോക്കറ്റിനെ റെയിൽവേ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ലിവർപൂളിൽ ആയ കാരണം ലിവർപൂളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ എക്സൈറ്റ്മെൻറ്റ്. ഇപ്പോഴത്തെ മേഴ്സി ലൈൻ്റെ ഒക്കെ പ്രീഡെസസറാണ് ഇതാന്ന് പറയാം, ലിവർപൂൾ മാഞ്ചസ്റ്റർ റെയിൽവേ. ഒരു പക്ഷെ കുട്ടികൾക്ക് ഏറ്റവും പരിചയമുള്ള എൻജിൻ ഇതാവും, തോമസ് ദ ടാങ്ക് എൻജിൻ. 19-20 നൂറ്റാണ്ടുകളിൽ
ക്രീമിയൻ യുദ്ധം, അമേരിക്കൻ സിവിൽ വാർ, ബോർ വാർ, അങ്ങനത്തെ കുറേ യുദ്ധങ്ങളുടെ സമയത്ത് ട്രെയിനിനെ ആംബുലൻസായിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഒരു ആംബുലൻസ് എന്ന രീതിയിൽ റെയിൽവേയുടെ സാധ്യത ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തിയത് ഒന്നാം ലോക മഹായുദ്ധകാലത്താണ്. ആ കാലത്ത് മുറിവേറ്റ സൈനികരെ യുദ്ധം ചെയ്യുന്ന സ്ഥലത്തു നിന്ന് സുരക്ഷിതമായ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ക്യാമ്പിലേക്കോ മാറ്റാനുള്ള ഒരു സംവിധാനമായിരുന്നു ആംബുലൻസ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഓൺ വീൽസ് തന്നെയാണ് ഈ ആംബുലൻസ് ട്രെയിൻസ്. വാർഡ്, അതേമാതിരി ഫാർമസി, എമർജൻസി ഓപ്പറേഷൻ റൂം, പിന്നെ മെഡിക്കൽ വർക്കേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൂടിയ ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഓൺ വീൽസ്, അതാണ് ആംബുലൻസ് ട്രെയിൻസ്. 1918 ആകുമ്പോഴേക്കും ഇങ്ങനെയുള്ള 51 ആംബുലൻസ് ട്രെയിൻസ് ബ്രിട്ടീഷ് റെയിൽവേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 20 ബ്രിട്ടനിലും ബാക്കി 31 മെയിൻലാൻഡ് യൂറോപ്പിലും ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇത് ഇംഗ്ലീഷ് ചാനലിലെ ടണൽ നിർമ്മാണ സമയത്ത് ഉപയോഗിച്ചിരുന്ന ട്രെയിനാണ്. മക് ട്രെയിൻ എന്നുള്ള പേരായിട്ടുള്ള ഈ ട്രെയിനിലാണ് ചാനൽ ഉണ്ടാക്കുന്ന സമയത്തുള്ള മണ്ണും ചളിയും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊണ്ടിരുന്നത്. ഇത് യൂറോസ്റ്റാർ ഇൻ്റർനാഷണൽ ട്രെയിൻ സർവീസാണ്. അത് ലണ്ടൻ, പാരീസ്, ആംസ്റ്റർഡാം, ബ്രസൽസ് തുടങ്ങിയ സ്ഥലത്തേക്കൊക്കെ ചാനൽ ടണൽ വഴി പോണ ട്രെയിനാണ്. ലോകത്തിലെ തന്നെ ഓൾഡസ്റ്റ് സർവൈവിങ് റെയിൽവേ കാരേജാണ്. ഏതാണ്ട് 50 വർഷത്തോളം ഇത് പ്രവർത്തിച്ചിരുന്നു. പിന്നെ കുറേ കാലമായിട്ട് മ്യൂസിയത്തിൽ ഇതൊരു അമൂല്യ പ്രദർശന വസ്തുവായിട്ട് ഇരിക്കുന്നുണ്ട്, ചരിത്രത്തിൻ്റെ ഒരു സ്മാരകമായിട്ട്. മെലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു എൻജിനാണ്, നമ്പർ 4468. 1938 നിർമ്മിച്ച ഈ എൻജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ എൻജിനായിരുന്നു ഇത്. 120 മൈൽസ് പെർ അവർ ആയിരുന്നു ഇതിൻ്റെ സ്പീഡ്. ഇത് ഒരു 1963 വരെ ഓടിയിരുന്നു. പിന്നെ അത് കുറച്ചു കാലം നിർത്തിവെച്ചു, വീണ്ടും കുറച്ച് റിപ്പയറൊക്കെ ചെയ്തിട്ട് വീണ്ടും കുറച്ച് ഓടി. പക്ഷേ 1989 മുതൽ ഇതിവിടെ ഇങ്ങനെ എക്സിബിറ്റ് ആയിട്ടിരിക്കുകയാണ്. എന്തൊരു വലുപ്പമല്ലേ ഈ ചക്രത്തിന്, ഹ്യൂജ്. ഈ ലോക്കോമോട്ടീവ് ഒരു സ്റ്റീം ലോക്കോമോട്ടീവാണ്. അത് ചൈനീസ് ഗവൺമെൻറ് നാഷണൽ റെയിൽവേ മ്യൂസിയത്തിന് ഗിഫ്റ്റ് ചെയ്തതാണ്. കണ്ടാൽ ഭയങ്കര വലുപ്പമൊക്കെ തോന്നിച്ചാലും ഇത് സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെ ഓടിയിരുന്ന വണ്ടിയാണ് അത്രേ. ഇതല്ല ഹ്യൂജാണ് കേട്ടോ. ഇത് ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനായ ഷിൻകാസൻ ആണ്. 1976 മുതൽ 2000 വരെയാണ് ഇത് ഓടിയത്. ബുള്ളറ്റ് ട്രെയിൻസിൻ്റെ ഒരു ഗ്രോത്തിന് അല്ലെങ്കിൽ അവരെ റെയിൽവേസിൻ്റെ ഭാഗമാക്കണേന് ഈ ട്രെയിൻ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പങ്കാണ് വഹിച്ചിരിക്കുന്നത്. രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ജപ്പാനിലെ പുറത്ത് ഇവിടെ ഈ യോർക്ക് നാഷണൽ മ്യൂസിയത്തിൽ മാത്രമേ നമുക്ക് ഈ ട്രെയിൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു എക്സിബിറ്റാണത്. നമുക്കതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒന്ന് അതിൻ്റെ ആ ഫീലൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പുൾമാൻ കോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബരത്തിൻ്റെ അവസാന വാക്കായിരുന്നു. ഫസ്റ്റ് ക്ലാസ് കാരേജസും ലക്ഷറിയും പിന്നെ സ്റ്റിവാർഡ് സർവീസസും ഒക്കെ ഉള്ള ഒരു ലക്ഷൂറിയസ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഈ ഗ്രേറ്റ് ഹാളിൽ നിറച്ചും പലതരത്തിലുള്ള എൻജിൻസും പല കാലത്തെ കാരേജസും ഒക്കെ ആയിട്ട് ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ ഒരു വ്യാപ്തി, എത്ര വിശാലമാണ് ഈ ഹാളെന്ന്. എനിക്ക് തോന്നുന്നു 100ഓളം എൻജിൻസ് ഉണ്ട് എക്സിബിറ്റ് ആയിട്ട് ഇവിടെ. അമേസിങ് സൈറ്റ്.
ഇവിടെ വർക്ക്ഷോപ്സ് അതേമാതിരി റെയിൽവേ ആയിട്ട് സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എക്സിബിറ്റ്സ് ആണ് കേട്ടോ. മെയിനായിട്ടും ട്രെയിനിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷനാണ്. അതിൻ്റെ കൂടെ തന്നെ AVs ഉണ്ട്, കുറേ എൻജിൻസ് എങ്ങനെ ഉണ്ടാക്കണത്, അതിൻ്റെയൊക്കെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ സിഗ്നൽസിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. അതിൽ സിഗ്നൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. സിഗ്നലിംഗ് സിസ്റ്റം, അതേമാതിരി ട്രാക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യുക, എങ്ങനെ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണത്, അങ്ങനെ പല കാര്യങ്ങളും ഉള്ള ഇൻസൈറ്റ് ഇവിടുന്ന് കിട്ടും നമുക്ക്. യോർക്ക് സ്റ്റേഷൻ്റെ അടുത്താണ് ഈ മ്യൂസിയം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യോർക്ക് സ്റ്റേഷനിലേക്ക് ട്രെയിൻ വരണതും പോണതൊക്കെ കാണാം. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത്. ഇനി അങ്ങോട്ടുള്ള ഇതിൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സിബിറ്റ്സ് ആണ്. സൈൻ ബോർഡ്സ്, അതേമാതിരി ഓരോരോ ഡിഫറെൻറ്റ് റെയിൽവേസിൻ്റെ സൈൻസ്, എംബ്ലംസ്, പ്രമുഖരായ ആൾക്കാരുടെ സ്റ്റാച്യു, അതേമാതിരി റെയിൽവേസിൽ യൂസ് ചെയ്തിരുന്ന കട്ട്ലറീസ്, അതിൻ്റെ എക്സിബിറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറേ രസകരമായ വൈവിധ്യമാർന്ന എക്സിബിറ്റ്സാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇവിടെ സൈഡിൽ മിനി മോഡലുണ്ട്, റെയിൽവേ ട്രാക്കും സിഗ്നലും ഒക്കെ ആയിട്ട്. റെയിൽവേ അല്ലെങ്കിൽ ട്രെയിനിനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പാരഡൈസിലെത്തിയൊരു ഫീലാവും. കാണാനും ഇതാക്കാനും എന്തൊക്കെയുള്ള അറിയോ. UK ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ലോക്കോമോട്ടീവാണ് ഫ്ലൈയിങ് സ്കോട്ട്സ്മാൻ. അത് ആക്ച്വലി ഒരു റൂട്ടിൻ്റെ പേരാണ്. ലണ്ടനിൽ നിന്ന് എഡിൻബറയ്ക്കുള്ള റൂട്ടിൻ്റെ പേരാണ്. എക്സ്പ്രസ് സർവീസാണ് അതിൽ, നോൺ സ്റ്റോപ്പ്. അപ്പോൾ അതിൽ ഓടിയിരുന്ന ഒരു ലോക്കോമോട്ടീവിനെയാണ് ഫ്ലൈയിങ് സ്കോട്ട്സ്മാൻ എന്ന് പേരിട്ടിരുന്നത്. വളരെയധികം ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സർവീസാണ്. ഡൈനിങ് കാർ, അങ്ങനെയുള്ള പല സംവിധാനങ്ങളും ഉണ്ടായിരുന്ന ഒരു സർവീസാണ് ഫ്ലൈയിങ് സ്കോട്ട്സ്മാൻ്റെ. അന്നത്തെ കാലത്ത് അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ക്ലെയിം ടു ഫെയിം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് 100 miles/hour എന്നുള്ള സ്പീഡ് ബാരിയർ ഭേദിച്ചത് ഈ ഫ്ലൈയിങ് സ്കോട്ട്സ്മാനാണ്. ആ ലോക്കോമോട്ടീവ് സ്വതേ യോർക്ക് മ്യൂസിയത്തിൽ ഒരു എക്സിബിറ്റായിട്ട് ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ 2016 കുറച്ച് റിപ്പയറൊക്കെ ചെയ്ത ശേഷം ചില സമയത്ത് അതൊരു ഹെറിറ്റേജ് ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് കൺട്രിയിലെ വിവിധ സ്റ്റേഷനിലേക്ക് പോവാറുണ്ട്. ഈ സമയത്ത് ഫ്ലൈയിങ് സ്കോട്ട്സ്മാൻ അതുപോലത്തെ ഒരു ഹെറിറ്റേജ് ടൂറിന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഇവിടെ കാണാൻ പറ്റില്ല. ഇനി അടുത്ത സെക്ഷൻ സ്റ്റേഷൻ ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. പഴയൊരു ഗുഡ്സ് ഷെഡായിരുന്നു ഇത്. 1960 വരെ ഇത് യൂസ് ചെയ്തിരുന്നു ഷെഡായിട്ട്. ഇപ്പോൾ അത് ഈ മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം എന്താണെന്ന് വെച്ചാൽ റോയൽ കാരേജസ് ആണ്. കിങ് എഡ്വേർഡിൻ്റെയും ക്വീൻ വിക്ടോറിയയുടെയും സലൂൺസാണ്. ഇത് ക്വീൻ വിക്ടോറിയയുടെ സലൂണാണ്. ഇംഗ്ലീഷ് മൊണാർക്കിയിലെ ഏറ്റവും ആദ്യം ട്രെയിനിൽ ട്രാവൽ ചെയ്തിരിക്കുന്ന മൊണാർക്കാണ് ക്വീൻ വിക്ടോറിയ. അവരുടെ ഒരു ഫേവറേറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് തന്നെയായിരുന്നു ട്രെയിൻ എന്ന് തോന്നുന്നുണ്ട്. ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അവർ പ്രത്യേകം പറഞ്ഞ് ഇങ്ങനെ ഓരോ കോച്ചൊക്കെ ഉണ്ടാക്കി അതിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി യാത്ര ചെയ്തിരുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ ലക്ഷൂറിയസ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോച്ചാണ്. ഒബ്വിയസ്ലി രാജ്ഞിയുടെ കോച്ചാവുമ്പോൾ അതുണ്ടാവാതിരിക്കില്ലല്ലോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് കിങ് എഡ്വേർഡിൻ്റെ കോച്ചാണ്, സലൂൺ. അതിലൊരു വർക്കിംഗ് ഓഫീസ് ഉണ്ട്. പിന്നെ പേഴ്സണൽ കംഫർട്ട്സ് ലൈക്ക് ടബ്, വാഷ് ബേസിൻ, അതേമാതിരി നല്ലൊരു ബെഡ്, പിന്നെ ഇലക്ട്രിക് ലൈറ്റ് ഫിറ്റിങ്സ്, അതൊക്കെ ആയിട്ട് വളരെ കംഫർട്ടബിൾ ആൻഡ് ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു കോച്ചാണത്. ബിഫിറ്റിംഗ് എ കിങ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ പഴയ കാലത്തെ ഒരു സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയൊരു ഫീൽ തന്നെ കേട്ടോ.
പ്രത്യേകിച്ച് ആഗത്ത ക്രിസ്റ്റിയുടെ പോയറോ പോലെയുള്ള സീരീസൊക്കെ കാണുമ്പോൾ അതിലത്തെ ട്രെയിൻസൊക്കെ ഇങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരൊക്കെ ഇറങ്ങി വരുമെന്ന് തോന്നും. ഇവിടെ കുറേ പരസ്യങ്ങളും അതൊക്കെ ഉണ്ട്. ബ്രൂപ്പോൺ ലിപ്റ്റൺ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യും. ഇതൊരു വേയിങ് മെഷീൻ, ബെല്ല്, പക്ഷെ അതിന് ഒരു പഴയകാല ഒരു ഫീൽ തന്നെയാണ്. ഒരു ഹൃദ്യമായ അനുഭവമായിരുന്നു കേട്ടോ ഈ റെയിൽവേ മ്യൂസിയം വിസിറ്റ്. ഇത്രയും വലിയൊരു ഹ്യൂജായിട്ടുള്ള ഒരു സ്ഥലം ഇത്രയും കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ കാണുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എന്നാലും ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നിങ്ങൾ എൻജോയ് ചെയ്തു എന്നും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ആഴ്ച ഞങ്ങൾ എക്സ്പ്ലോർ യോർക്കിൻ്റെ ഭാഗമായിട്ട് യോർക്ക്ഷയർ ഡെയിൽസിൻ്റെ ചില കാഴ്ചകളായിട്ടാണ് വരിക. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.